നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പിണറായി പോലീസിനെ വരച്ച വരയിൽ നിർത്തുകയാണ് ഗവർണർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷ ശക്തമാക്കുമെന്ന് DGP എസ് ദർവേഷ് സാഹിബ് പറഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും SP-മാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം കൈമാറി. SFI പ്രവർത്തകർ ഗവർണറെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് നടപടി. 3 പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ സുരക്ഷ ശക്തമാക്കും. പ്രധാന റൂട്ടിൽ പ്രശ്നമുണ്ടെങ്കിൽ ഗവർണറെ കടത്തിവിടാൻ 2 റൂട്ടുകൾ കൂടി നേരത്തെ നിശ്ചയിക്കും. റൂട്ടുകൾ സംബന്ധിച്ച് രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ നടപടിയെടുക്കും. ഗവർണർ കടന്നുപോകുന്ന വഴികളിൽ പ്രശ്നക്കാരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നിയന്ത്രണത്തിലാക്കും. ആവശ്യമെങ്കിൽ ഇത്തരക്കാരെ മുൻകൂട്ടി അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക സംഘമുണ്ടാകും. ഗവർണർ പോകുന്ന സ്ഥലങ്ങളിൽ റിംഗ് സുരക്ഷ ഒരുക്കും. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലയത്തിലായിരിക്കും ഗവർണർ. താമസിക്കുന്ന സ്ഥലത്തും സുരക്ഷ ശക്തമാക്കും. താമസിക്കുന്ന കെട്ടിടത്തിന് മുന്നിലും പിറകിലും വശങ്ങളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടാകും. നിലവിൽ ഗവർണറുടെ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ്ഡ് പൈലറ്റ്, ഗവർണറുടെ ഔദ്യോഗിക വാഹനം, രാജ്ഭവന്റെ സെക്യൂരിറ്റി വാഹനം, അതാത് സിറ്റികളിലെ പോലീസിന്റെ പെട്രോളിംഗ് വാഹനം, ഗവർണറുടെ വാഹനം കേടായാൽ സഞ്ചരിക്കാനുള്ള പകരം വാഹനം, ആംബുലൻസ്, ഫയർഫോഴ്സിന്റെ വാഹനം എന്നിവയാണ് ഉള്ളത്. ഔദ്യോഗിക വാഹനത്തിന്റെ ഇരുവശങ്ങളിലും ഇനി പോലീസ് വാഹന വ്യൂഹമുണ്ടാകും. ഡൽഹിയിലുള്ള ഗവർണർ 16-ന് കോഴിക്കോട്ട് എത്തും. 17-ന് മലപ്പുറത്ത് ലീഗ് നേതാവിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. 18-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചടങ്ങുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൌസിലാണ് ഗവർണർ തങ്ങുക. 18-ന് രാത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തും. കോഴിക്കോട് ഗവർണർ എത്തുന്നത് മുതൽ പുതിയ രീതിയിലുള്ള സുരക്ഷ നൽകുമെന്നാണ് പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. ഗവർണറെ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ലെന്നാണ് SFIയുടെ പ്രഖ്യാപനം. എന്നാൽ അതൊന്ന് കാണണമെന്ന് ആരിഫ് ഖാനും. SFIയോട് തൊടറാപ്പാക്കലാം ശൈലിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കോഴിക്കോട്ടെത്തുന്ന ഗവർണർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനാണ് ആദ്യം നിശ്ചയിച്ചിരുന്നതെങ്കിലും വെല്ലുവിളി ഏറ്റെടുത്തതിനെ തുടർന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറ്റുകയായിരുന്നു. ഇതോടെ പോലീസ് ഇപ്പോൾ ശരിക്കും പുലിവാല് പിടിച്ചിരിക്കുകയാണ്. Z+ വിഭാഗ സുരക്ഷയുള്ള ഗവർണർക്ക് സുരക്ഷ ഒരുക്കണം. ഗവർണർക്കെതിരെ നിൽക്കുന്നത് ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനയും. അതുകൊണ്ട് പോലീസിന് സ്ഥിതിയാകെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്.